ദത്താത്രേയ ജയന്തി ദിവസം ഇവിടെ ഭഗവാനെ തൊട്ടിൽ ആട്ടണ സമയത്ത് നിരവധിയായിട്ടുള്ള ഭക്തർ സൽസന്താന ലബ്ധിക്കായിട്ട് ഒപ്പം അടുത്തുള്ള തൊട്ടിലിൽ അവർക്ക് ജനിച്ചിട്ടുള്ള കുട്ടികളെ കൊണ്ടുവന്ന് ആട്ടുന്നു. ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ പ്രാർത്ഥിക്കുന്നു, ഭഗവാനെ ഇതേപോലെ അങ്ങേപോലെ തന്നെ ബുദ്ധിയും ശക്തിയും ഏറ്റവും ചൈതന്യവത്തായിട്ടുള്ള സന്താനങ്ങളെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ആ സമയത്തൊക്കെ തന്നെ ഈ ക്ഷേത്രത്തിൽ മുഴങ്ങുന്ന ഒരു താരാട്ട് പാട്ടുണ്ട്. അത് കേട്ടാണ് ഭഗവാൻ ആ ഒരു കട്ടിൽ അത് ആട്ടുതൊട്ടിൽ കിടക്കുന്നതെന്നാണ് സങ്കല്പം. അപ്പോൾ ആ ഒരു പാട്ട് വളരെയധികം ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ ഒരു ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു രംഗമാണ് അവിടെ ആ സമയത്ത് അരങ്ങേറുന്നത്. ഭഗവാൻ ഒരു ആട്ടുതൊട്ടിൽ കിടന്ന് ആടുന്നു. ഒപ്പം തന്നെ നമുക്ക് ജനിച്ചിട്ടുള്ള കുട്ടികൾ ഭഗവാന്റെ ഒപ്പം ഭഗവാന്റെ തൊട്ടടുത്ത്, ഭഗവാൻ അന്ന് കയ്യെത്തിപ്പിടിക്കാവുന്ന ദൂരത്ത് തൊട്ടടുത്ത് ഇരിക്കുന്നു. ആ ഭഗവാനോട് നന്ദി പറയാനുള്ളൊരു അവസരമാണ്. ഇത്രയും നല്ലൊരു കുട്ടികളെ നമുക്ക് തന്നതിന് ഭഗവാനോട് നന്ദി പറയാനുള്ള അവസരമായിട്ടാണ് അതിനെല്ലാവരും കാണുന്നത്. ആ സമയത്ത് ഇവിടെ മുഴങ്ങി കേൾക്കുന്ന ഈ താരാട്ട് പാട്ട് ഏതൊരു അമ്മയും അച്ഛനെയും സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണിൽ നിന്ന് 2 തുള്ളി വെള്ളമെങ്കിലും അവരറിയാതെ വന്നു പോകുന്നൊരു നിമിഷമാണ്. അപ്പോൾ ആ പാട്ടിൻ്റെ ഒരു ചെറിയ ഭാഗം ചേച്ചി നമുക്കായിട്ട് പാടിത്തരും, ചേച്ചി പാടിത്തരും. जो जो रे बाळा श्री दत्तात्रेय गुणा अनसूया माता हालवी पाळ